നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം മൂത്രാശയ അണുബാധയ്ക്ക് കാരണമാകുന്നുവെന്ന് കണ്ടെത്തൽ. ശമനമില്ലാതെ പനി. ഇന്നലെ 8 മരണം. പനിയെ പ്രതിരോധിക്കാനുള്ള 3 ദിവസത്തെ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. പനി നിയന്ത്രണ വിധേയമെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി. മുലപ്പാൽ മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ അണുബാധ സാധ്യത കുറയ്ക്കുമെന്ന് പഠനം. സംസ്ഥാനത്ത് പനിക്ക് ശമനമില്ല. ഇന്നലെ 8 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 2 പനിമരണവും 1 H1N1 മരണവും 1 ഡെങ്കിപ്പനി മരണവും ഇതിൽപ്പെടുന്നു. ഇതോടെ ഇന്നലെ വരെ 130 പേർ പനി ബാധിച്ച് മരിച്ചതായി സർക്കാർ സ്ഥിരീകരിച്ചു. പനിക്ക് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 15 ലക്ഷം കടന്നു. എന്നാൽ പനി നിയന്ത്രണ വിധേയമാണെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി കെ ശൈലജ. പനിയെ പ്രതിരോധിക്കാനുള്ള 3 ദിവസത്തെ ശുചീകരണ യജ്ഞത്തിന് ഇന്നലെ തുടക്കമായി. ഹെപ്പറ്റൈറ്റിസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഉദരരോഗ വിഭാഗം തലവൻ ഡോക്ടർ രാമ പി വേണു ആണ്. ഡോക്ടർ, സ്വാഗതം ചർച്ചയിലേക്ക്. ഡോക്ടർ, ഈ ഹെപ്പറ്റൈറ്റിസ് എന്നാൽ എന്താണ്? ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കരൾ അഥവാ ലിവർ. ഈ ലിവർ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല ഫങ്ഷൻസും പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് അത് നമ്മളുടെ ആഹാരത്തിൽ ഉള്ള പല പോയിസൺസ്, ടോക്സിൻസ്, വിഷങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ബാക്ടീരിയകളെ ചിലപ്പോൾ നീക്കം ചെയ്യാനുള്ള കഴിവതിനുണ്ടാവുന്നു. അതുകൂടാതെ രക്തം ക്ലോട്ട് ചെയ്ത് ബ്ലീഡിങ് നിർത്താനുള്ള പ്രോട്ടീൻസ്, ചില ഘടകങ്ങൾ, ക്ലോട്ടിങ്ങിന് ഉതകുന്ന ചില ഘടകങ്ങളും അതുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടാനും ലിവറിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലിവറിൻ്റെ പ്രവർത്തനത്തിന് തകരാറ് വന്നാൽ നമ്മളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. അതുകൊണ്ട് ലിവറിനെക്കുറിച്ച് നമ്മൾ അറിയുകയും ലിവറിന് ഉണ്ടാകുന്ന രോഗങ്ങളെപ്പറ്റി അറിയുകയും ചെയ്താൽ നമ്മൾക്ക് ആരോഗ്യമായിട്ട് ജീവിക്കാനൊക്കും. പല രോഗങ്ങളും ലിവറിനുണ്ടാകുന്നത് നമ്മൾക്ക് പ്രതിരോധിക്കാൻ കഴിവുള്ള രോഗങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആളുകളെ പൊതുവെ മനസ്സിലാക്കി കൊടുക്കുക, അങ്ങനെ ആരോഗ്യമായ ഒരു ജീവിതം നയിക്കുക. ഏതെല്ലാം തരത്തിലാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത്? ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് ലിവറിൻ്റെ നീർവീഴ്ച എന്നാണ്. ലിവറിന് നീർവീഴ്ച ഉണ്ടാകുക, അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലിവറിന് ഉള്ളിൽ കടന്നു ചെല്ലുന്ന ചില പരമാണുക്കളാണ്, വൈറസുകൾ എന്ന് നാം പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട വൈറസുകൾ എ എന്നും ഹെപ്പറ്റൈറ്റിസ് എ എന്നും ഹെപ്പറ്റൈറ്റിസ് ബി എന്നും ഹെപ്പറ്റൈറ്റിസ് സി എന്നും അറിയപ്പെടുന്ന വൈറസുകളാണ്. അതുകൂടാതെ വേറെ ഡി, ഇ അങ്ങനെയുള്ള വൈറസുകളുമുണ്ട്. സോ ഈ വൈറസസാണ് സാധാരണയായിട്ട് കാണുന്ന ലിവർ നീർവീഴ്ചയുടെ കാരണം. ഡോക്ടർ, ഇപ്പോൾ ഈ വൈറസുകളെ പറ്റി സൂചിപ്പിച്ചു. ഈ വൈറസുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസും ബി വൈറസും സി വൈറസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഈ 3 വൈറസസിൻ്റെ ഘടനകൾ തന്നെ വ്യത്യസ്തമാണ്. ഒന്നാമതായിട്ട് അതേക്കുറിച്ച് നമ്മൾ അറിയുന്നതിനെക്കാട്ടിൽ കൂടുതൽ പ്രയോജനപ്രദമാണ് ഈ 3 വൈറസസുകളും എങ്ങനെയാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നതെന്നാണ്. ഉദാഹരണത്തിന് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന
വൈറസ് അത് സാധാരണ ആഹാരങ്ങളിൽ കൂടിയും, അതായത് മലിനമായ ആഹാരത്തിൽ കൂടിയും ജലപാനീയങ്ങളിൽ കൂടിയുമാണ് നമ്മുടെ ശരീരത്ത് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾക്ക് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹെപ്പറ്റൈറ്റിസ് എ പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടത് പാരിസ്ഥിതിക വൃത്തിയും ശുദ്ധജല വിതരണവും ശുദ്ധജലം കഴിക്കുകയും ശുദ്ധമായ ആഹാരം കഴിക്കുകയുമാണ്. അതാണ് ആ ഹെപ്പറ്റൈറ്റിസ് എ പ്രിവെൻറ്റ് ചെയ്യുവാനുള്ള ഏറ്റവും പ്രയോജനമായ ഉപാധി. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് പല തലത്തിൽ കൂടെയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ വൃത്തിയായിട്ട് നമ്മുടെ പരിസരങ്ങൾ സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി തലത്തിലും ടൗൺഷിപ്പിൻ്റെ തലത്തിലും ഗവൺമെൻറ് തലത്തിലും കേന്ദ്ര ഗവൺമെൻറ് തലത്തിലും അതിന് വളരെ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന അസുഖം ആണ് ഏറ്റവും സാധാരണമായിട്ട് ഏറ്റവും അധികം ആളുകളെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ്. അത് പാരിസ്ഥിതിക ശുദ്ധീകരണങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു പരിധിവരെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും. ഈ ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രതിരോധ ശക്തിയുടെ കഴിവനുസരിച്ച് നമ്മൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെങ്കിലും ഒരു സ്മോൾ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ, ഒരു കുറച്ച് ആളുകൾ ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ ലിവറിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റ് സ്തംഭിച്ചു പോവുകയും അവരെ ലിവർ ഫെയിലിയറിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അവർക്ക് ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയ വളരെ 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 പണ ചിലവുള്ള ചികിത്സാ രീതിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും നമ്മൾ ശുദ്ധജലം കുടിക്കുകയും പാരിസ്ഥിതി മലീമസമാക്കാതെ സൂക്ഷിക്കുകയും ചെയ്താൽ. അതാണ് ഹെപ്പറ്റൈറ്റിസ് എ. നേരെ മറിച്ച് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വെള്ളത്തിൽ കൂടിയല്ല പകരുന്നത്. അത് വളരെ വ്യത്യസ്തമായ ഒരു സ്ട്രക്ചറുള്ള വൈറസുകളാണ്. അത് ഈ രണ്ട് വൈറസുകളും പ്രധാനമായിട്ടും ബ്ലഡിൽ കൂടിയും ബ്ലഡ് പ്രോഡക്ട്സിൽ കൂടിയുമാണ് പകരുന്നത്. ഉദാഹരണത്തിന് നമ്മൾ സിറിഞ്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നീഡിൽ, ആ നീഡിൽ ഒരാൾക്ക് രോഗിയിൽ കുത്തിയ ആ നീഡിൽ തന്നെ പലർക്കും ഉപയോഗിച്ചാൽ ഈ രോഗം പകരാൻ പറ്റും. അതുകൊണ്ട് അതേക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ 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 പ്രധാനമായിട്ടുള്ള ഒരു പ്രതിരോധ മാർഗമാണ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് തന്നെ. ഈ ബാങ്കുകൾ, രക്തം സംഭരണ കേന്ദ്രങ്ങളാണല്ലോ, അവർ രക്തം ഇപ്പോൾ വളരെ കാര്യക്ഷമമായി പരിശോധിക്കുന്നത് കൊണ്ട് ഈ ഹെപ്പറ്റൈറ്റിസിൻ്റെ ഇൻസിഡൻസ് കുറഞ്ഞു വരികയാണ് പൊതുവേ. എന്നിരുന്നാലും അതേക്കുറിച്ച് ഈ നീഡിൽ നമ്മൾ കൈമാറുമ്പോഴും അച്ചുകുത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ കൂടിയും ഈ നീഡിൽ ഉപയോഗിച്ച് രോഗികളിൽ അച്ചുകുത്തിക്കഴിഞ്ഞ് നമ്മൾക്ക് അച്ചുകുത്തുകയോ അല്ലെങ്കിൽ ഈ ചെയ്താൽ ആ നീഡുകൾ കൂടി ഹെപ്പറ്റൈറ്റിസ് ബി പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ബിയും സിയും ഭക്ഷണം വഴി അല്ലെങ്കിലും നീഡിലും രക്തദാനങ്ങളിൽ കൂടിയുമാണ് വരാൻ കഴിയുന്നത് കൊണ്ട് അതേക്കുറിച്ച് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് നമ്മൾക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന വേറെ ഒരു മാർഗം. ഓക്കെ ഡോക്ടർ, ദയവായി തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്ഥലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര ഉദയാമൃതം. എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. ഹെപ്പറ്റൈറ്റിസ് എന്ന വിഷയമാണ് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, ഈ ഹെപ്പറ്റൈറ്റിസിനുള്ള ഇന്നത്തെ ഒരു പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമാണ്? ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ
ചിന്തിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യേണ്ട അത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്നതിലാണ്, അത് പ്രാവർത്തികമാക്കുന്നതിലാണ്. ഹെപ്പറ്റൈറ്റിസ് എയെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അത് മലിനമായ പരിസരങ്ങളിൽ കൂടി ആണ്, ആ മലീമസമായ ജലപാനീയങ്ങളിൽ കൂടിയും ആഹാരങ്ങളിൽ കൂടിയും നമ്മുടെ ഉള്ളിൽ കിടക്കുകയും അത് നമ്മൾക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് കൊണ്ട് പാരിസ്ഥിതിക ശുദ്ധീകരണമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് വാക്സിൻ ഉണ്ടെങ്കിലും അതിൻ്റെ ആവശ്യം വരുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയും. ഹെപ്പറ്റൈറ്റിസ് ബിയെ സംബന്ധിച്ചിടത്തോളം വളരെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അതിന് വാക്സിൻ അവൈലബിളാണ്. 3 ഇഞ്ചക്ഷൻ കൊണ്ട് നമുക്ക് ഹെപ്പറ്റൈറ്റിസിന് ലൈഫ് ലോങ് പ്രതിരോധ ശക്തി ആർജിക്കാവുന്നതാണ് ഈ വാക്സിൻ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഈ വാക്സിനേഷൻ ചെയ്യുന്നതിന് കിട്ടുന്ന രാജ്യത്തിനും നമുക്കും കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ്. ഒന്നാമത് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടാവില്ല. ഹെപ്പറ്റൈറ്റിസ് ബിയിൽ നിന്നുണ്ടാകുന്ന പല വിധത്തിലുള്ള ലിവർ അസുഖങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഉദാഹരണത്തിന് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും സാധാരണമായ ലിവർ ക്യാൻസറിൻ്റെ ഒരു കാരണം. അതുതന്നെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും. എല്ലാ പൗരന്മാരും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്ത് അതിനുള്ള പ്രതിരോധ ശക്തി ആർജിച്ചാൽ. ഹെപ്പറ്റൈറ്റിസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ അതിനുള്ള ചികിത്സ കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹെപ്പറ്റൈറ്റിസ് സി നിർമ്മാർജ്ജനം ചെയ്യാൻ പര്യാപ്തമായ മെഡിസിൻ ഇന്ന് അവൈലബിളാണ്. ഡയറക്റ്റ് ആൻറ്റിവൈറൽ ഏജൻറ്റ്സ് എന്ന് പറയുന്ന പുതിയ മെഡിസിൻ നമ്മുടെ ഭാരതത്തിൽ തന്നെ അവൈലബിളാണ്. എല്ലാ മേജർ ഹോസ്പിറ്റലിലും അമൃത ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള മേജർ ഹോസ്പിറ്റൽസിലും ഇത് അവൈലബിളാണ്. അങ്ങനെ ഈ മെഡിസിൻ ഇന്ന് നമുക്ക് പണ്ട് കുത്തിവെച്ച് ചികിത്സിക്കേണ്ടിയിരുന്ന ഈ രോഗം ഇന്ന് ടാബ്ലറ്റായിട്ട് കഴിച്ച് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനാക്കും. വൈറസുകളെ നമ്മുടെ ശരീരത്തിൽ നിന്ന് തീർത്തും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ മെഡിസിൻ ഫാർമക്കോളജി മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അതേക്കുറിച്ചും മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇത് വരുന്നത്, എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് സിറോസിസ്, അതായത് ഇൻഫ്ലമേഷൻ, നീർവീഴ്ച പല ഹെപ്പറ്റൈറ്റിസിലും അതിൻ്റെ പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിറോസിസിൽ ചെന്ന് അവസാനിക്കും. അതിന് ലിവറിൻ്റെ പ്രവർത്തനശേഷി വളരെ കുറഞ്ഞ് പ്രവർത്തനരഹിതമായി ലിവർ ഫെയിലിയർ ഉണ്ടാകും. ഇതിനെയൊക്കെ തടയാൻ ഉള്ള ഏകമാർഗം ഹെപ്പറ്റൈറ്റിസ് സി ഐഡൻറ്റിഫൈ ചെയ്യുക പേഷ്യൻസിൽ. അതിനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ അവൈലബിളാണ്, അതിന് സ്ക്രീനിങ് ടെസ്റ്റുകൾ അവൈലബിളാണ്. ആ ടെസ്റ്റുകളിൽ കൂടി ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചികിത്സാവിധികൾ ചികിത്സിച്ച് പരിപൂർണ സുഖം പ്രാപിക്കുവാനുള്ള മരുന്നുകൾ ഇന്ന് അവൈലബിളാണ്. അത് നമുക്ക് കൊടുക്കാൻ കഴിയും. അങ്ങനെ സിറോസിസ് പോലും പ്രിവെൻറ്റ് ചെയ്ത് അതിനുള്ള ധനനഷ്ടവും രാജ്യത്തിൻ്റെ ധനനഷ്ടവും നമുക്ക് ഇല്ലാതാക്കുവാൻ കഴിയും, അല്ലെങ്കിൽ കുറയ്ക്കുവാൻ കഴിയും. ഓക്കെ ഡോക്ടർ, ഈ വൈറസുകളല്ലാതെ ഈ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? അത് വളരെ വളരെ രസകരമായതും വളരെ പ്രായോഗികമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ചോദ്യമാണ്. സാധാരണ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അത് ആരിൽ നിന്നും പകർന്ന് കിട്ടിയ അസുഖമാണെന്നാണ് നമ്മളുടെ ഒരു ധാരണ. എന്നാൽ ഹെപ്പറ്റൈറ്റിസിന് വൈറസുകളല്ലാതെ പല കാരണങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ആൽക്കഹോൾ, മദ്യപാനം കഴിക്കുന്ന ആളുകൾക്ക് ലിവറിന് നീർവീഴ്ച ഉണ്ടാകും. അതിന് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്. അങ്ങനെ നീർവീഴ്ച പല പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മദ്യപാനികൾക്ക് ഹെപ്പറ്റൈറ്റിസിൽ നിന്ന് അത് സിറോസിസ് എന്ന സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്യും. ആ സിറോസിസിലേക്ക് പ്രോഗ്രസ് ചെയ്തു കഴിഞ്ഞാൽ ആ പേഷ്യൻസിൻ്റെ ലിവറിൻ്റെ പ്രവർത്തനം നശിക്കുകയും ലിവർ ഫെയിലിയർ വരികയും അങ്ങനെ ലിവർ ഫെയിലിയറിൽ കൂടി അവർക്ക് ലിവർ ഫെയിലിയർ കൊണ്ട് അവർ മരിക്കാൻ പോലും സാധ്യതകൾ കൂടും. അത് ഒരു കാരണം. അത് കൂടാതെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഭക്ഷണ രീതികൾ കൊണ്ടും ജീവിത രീതി കൊണ്ടും ഒരു പുതിയ
അസുഖം ലിവറിന് ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ് നമ്മൾക്കെല്ലാവർക്കും. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ, വെസ്റ്റേൺ കൺട്രീസിൽ ഹെപ്പറ്റൈറ്റിസ്, വൈറസ് ഹെപ്പറ്റൈറ്റിസ് ഏകദേശം കൺട്രോൾ ചെയ്തെങ്കിലും ഈ പുതിയ രോഗം അവിടെയും കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അവിടെയാണ് ആദ്യം കണ്ടതും അതിനെക്കുറിച്ച് കൂടുതൽ പബ്ലിക്കേഷൻസ് പ്രസിദ്ധി ഉണ്ടായതും. പക്ഷേ ഇന്ന് ഭാരതത്തിലും നമ്മുടെ കേരളത്തിലും ഈ പുതിയ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിന് ഫാറ്റി ലിവർ, അതായത് ലിവറിൽ കൊഴുപ്പ് സമാഹരിച്ച് കൊഴുപ്പ് കൂടിയിട്ട് ഉള്ള അസുഖമെന്നാണ് നമ്മൾ പറയാറുള്ളത്. അതിന് ഫാറ്റി ലിവർ, ഫാറ്റ് നമ്മൾ കഴിക്കുന്ന എക്സസീവ് ഫാറ്റ് ലിവറിനകത്ത് കുമിഞ്ഞു കൂടിയിട്ട് ലിവറിൻ്റെ ഓരോ കോശത്തിനെയും പ്രവർത്തനരഹിതമാക്കി അതിന് നീർവീഴ്ച ഉണ്ടാക്കി അത് കൂടുതൽ പ്രോഗ്രസ് ചെയ്ത് സിറോസിസ് വരെ ആക്കാനുള്ള സാധ്യതകളുണ്ട്. അതാണ് അടുത്ത 2 പ്രധാനപ്പെട്ട കാരണം ഈ ഹെപ്പറ്റൈറ്റിസിന്. ഒന്ന് ആൽക്കഹോൾ, അത് അടുത്തത് ഫാറ്റ്, കൊഴുപ്പ് കൊണ്ടുണ്ടാകുന്ന കരളിൻ്റെ അസുഖങ്ങൾ. ഡോക്ടർ, അവസാനമായ ഒരു ചോദ്യം കൂടി. ഈ മദ്യപാനികളല്ലാത്തവർക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? മദ്യപാനികൾക്ക് അല്ലാത്തവർക്ക് ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് ഈ ഫാറ്റ് കൊണ്ടുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസാണ്. ഫാറ്റ് സാധാരണഗതിയിൽ അല്ലെങ്കിൽ കൊഴുപ്പ് മദ്യപാനികളുടെ ലിവറിലും കാണുമെങ്കിലും മദ്യപാനം കഴിക്കാതെ നമ്മൾക്ക് ശരീരത്തിന് വലിയ വണ്ണമുള്ള ആൾക്കാർക്ക്, ഒബീസിറ്റി ഉള്ള ആളുകൾക്കും, ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ ആളുകൾക്ക് ഉള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് ലിവറിനകത്ത് കൊഴുപ്പ് കുമിഞ്ഞുകൂടി ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖം കാണുന്നുണ്ട്. ഇതിനെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെങ്കിൽ നാഫൽഡ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി സിറോസിസ് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിക്കഴിഞ്ഞ്, സിറോസിസ് ഉണ്ടായിക്കഴിഞ്ഞ ആളുകൾക്ക് ലിവറിന് ക്യാൻസർ വരാനുള്ള സാധ്യത വലുതാണ്. അതുകൊണ്ട് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് പ്രിവെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ലിവർ ക്യാൻസറിനെയും നമ്മൾ ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നാം എല്ലാവരും നമ്മുടെ ലിവർ എന്താണ്, ലിവർ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയും ലിവറിന് മാരകമായ അസുഖമായ ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയത് വരാതിരിക്കുവാനുള്ള വാക്സിനും പരിസ്ഥിതിയെ മലീമസമാക്കാതെ പരിസ്ഥിതികൾ സംരക്ഷിക്കുകയും ചെയ്യുക. അതുകൂടാതെ വാക്സിനേഷൻ വേണ്ടവണ്ണം എടുക്കുക. അതിനും ഉപരിയായി നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ ശ്രദ്ധിക്കുക. കൊഴുപ്പുകൾ, എസ്പെഷ്യലി ആനിമൽ ഫാറ്റ്, ട്രാൻസ് ഫാറ്റ് കുറയ്ക്കുക. നമ്മുടെ ഭക്ഷണങ്ങളിൽ മദ്യപാനം ഉപേക്ഷിക്കുക, എക്സർസൈസ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ലിവറിനെ പറ്റി പഠിക്കുകയും നമ്മൾ വേണ്ടവണ്ണം പ്രതിരോധ ശക്തി ആർജിക്കുകയും ഭക്ഷണത്തിൽ വേണ്ട ചേഞ്ചുകൾ വരുത്തുകയും ചെയ്താൽ ലിവറിന് അസുഖം വരികയില്ലെന്ന് തന്നെയല്ല, നമുക്ക് ആരോഗ്യമുണ്ടാകുമെന്ന് തന്നെയല്ല, നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ അത് ഒരു വലിയ സഹായമായിരിക്കും. വളരെ പണച്ചെലവുള്ള ആശുപത്രികളിൽ കയറി ട്രാൻസ്പ്ലാന്റ് പോലെ വലിയ പണം ചെലവാക്കുന്ന ഓപ്പറേഷനുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് വേണ്ട വിധം മറ്റുള്ള കാര്യങ്ങൾക്ക് കുടുംബജീവിതത്തിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിയും. ഓക്കെ ഡോക്ടർ, ഹെപ്പറ്റൈറ്റിസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഉദരരോഗ വിഭാഗം തലവൻ ഡോക്ടർ രാമ പി വേണുവാണ്. ഡോക്ടർ, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേള. രാമായണ പുണ്യം വിതറുന്ന കർക്കിടക മാസ സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കാൻ രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ലൗകിക ജീവിതത്തിൽ രാമായണത്തിന്റെ പ്രസക്തി, രാമായണ വിചാരവുമായി പ്രശസ്ത നോവലിസ്റ്റും ചിന്തകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ. സകലാഭീഷ്ട സിദ്ധിയാണ് രാമായണത്തിന്റെ ഫലശ്രുതി. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും രാമായണ പാരായണത്തിലൂടെ സാധിക്കാം എന്നാണ് അതിന്റെ അർത്ഥം. ഈ കർക്കിടക സന്ധ്യകളെ വിശുദ്ധമാക്കാൻ രാമായണ മാസ പ്രത്യേക സന്ധ്യാദീപം ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. മാസ
മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളെ അണുബാധയിൽ നിന്നും സംരക്ഷിക്കാനുള്ള കഴിവ് മാതാവിന്റെ മുലപ്പാലിനുണ്ടെന്ന് പഠനം. മിസോറി സ്കൂൾ ഓഫ് മെഡിസിൻ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടേതാണ് ഈ കണ്ടെത്തൽ. മുലപ്പാലിലുണ്ടാകുന്ന പ്രോട്ടീനായ ലാക്ടോഫെറിൻ മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളെ അണുബാധയിൽ നിന്നും സംരക്ഷിക്കുമെന്നാണ് ഇവരുടെ കണ്ടെത്തൽ. പ്രായം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം കുട്ടികളെ അണുബാധയിൽ നിന്നും സംരക്ഷിക്കാൻ മാതാവിന്റെ മുലപ്പാലിലെ ലാക്ടോഫെറിന് സാധിക്കുമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ മൈക്കൽ ഷെർമാൻ പറയുന്നു. MU വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെയും ലോസ് ഏഞ്ചൽസിലെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് കാലിഫോർണിയ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെയും ജനിച്ച 120 ശിശുക്കളുടെ പ്രതിരോധ വ്യവസ്ഥയാണ് ഗവേഷകർ പഠനവിധേയമാക്കിയത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം മൂത്രാശയ അണുബാധയ്ക്ക് കാരണമാകുന്നുവെന്ന് കണ്ടെത്തൽ. ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം അടിയന്തരമായി നിയന്ത്രിച്ചില്ല എങ്കിൽ മൂത്രാശയ രോഗങ്ങൾ വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ്. ആന്റിബയോട്ടിക്കുകൾ നിരന്തരം ഉപയോഗിക്കുന്ന ശരീരത്തിൽ മൂത്രാശയ അണുബാധ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ കരുത്താർജിക്കുമെന്നാണ് കണ്ടെത്തൽ. ഇത് ശരീരത്തിന്റെ പ്രതിരോധശേഷി നശിപ്പിക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മൂത്രാശയ അണുബാധയുമായി എത്തുന്ന 10-ൽ 5 രോഗികൾക്കും ഇഞ്ചക്ഷൻ നൽകേണ്ട അവസ്ഥയാണ് നിലവിൽ. ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന കോളിസ്റ്റിൻ പോലുള്ള ആന്റിബയോട്ടിക്കുകൾ വൃക്കകളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. പ്രതിവർഷം ചികിത്സ തേടുന്ന 5-ൽ 4 വൃക്കരോഗികളും മൂത്രാശയ അണുബാധയ്ക്ക് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചവരാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. 10 വർഷത്തോളമായി മൂത്രാശയ അണുബാധയ്ക്ക് ആന്റിബയോട്ടിക് ഗുളികകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് ഇഞ്ചക്ഷനിലേക്ക് മാറുന്നതോടെ ചികിത്സാ ചെലവേറും. ഹെൽത്ത് ഡെസ്ക്, അമൃത TV. ഇനി ഡെങ്കിപ്പനിയെക്കുറിച്ച് അറിയേണ്ടതല്ല. ഈഡിസ് വിഭാഗത്തിൽപ്പെടുന്ന പെൺകൊതുകുകളാണ് രോഗം പരത്തുന്നത്. പകൽ സമയത്ത് കടിക്കുന്ന കൊതുകുകളാണ് ഇവ. മഴക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്ന ഇവയുടെ നിറം കറുപ്പാണ്. ശരീരത്തിൽ വെള്ള നിറത്തിലുള്ള വരകളും തലയിലും മറ്റും കാണുന്ന വെളുത്ത കുത്തുകളും ഇവയുടെ പ്രത്യേകതയാണ്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 3 മുതൽ 14 ദിവസം കഴിയുമ്പോൾ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. പെട്ടെന്നുള്ള കടുത്ത പനി, കഠിനമായ തലവേദന, ശരീരവേദന, കണ്ണിന്റെ പിൻഭാഗത്ത് വേദന, സന്ധികളിലും പേശികളിലും കടുത്ത വേദന, മനം പിരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ, ഉറക്കമില്ലായ്മ എന്നിവയും രോഗലക്ഷണങ്ങളാണ്. രോഗം കഠിനമായാൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരും. ഇത് കാരണം മൂക്ക്, മോണ, മലദ്വാരം എന്നിവയിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകും. സങ്കീർണമായ ഈ അവസ്ഥയെ ഡെങ്കിക് ഹെമറാജിക് ഫീവർ എന്ന് വിളിക്കുന്നു. രക്തസ്രാവം കാരണം രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ഈ 2 അവസ്ഥകളും മരണത്തിന് കാരണമാകാം. രക്തപരിശോധനയാണ് രോഗം സ്ഥിരീകരിക്കാനുള്ള മാർഗം. ആന്റിബോഡി പരിശോധനയിൽ IgM എലിസ അനുപാതത്തിൽ നിന്നും അണുബാധയുടെ നില മനസ്സിലാക്കാം. ഡെങ്കിപ്പനിക്ക് പ്രത്യേക ചികിത്സയില്ല. രോഗലക്ഷണങ്ങൾ അനുസരിച്ചാണ് ചികിത്സ നൽകുന്നത്. വിശ്രമം അത്യാവശ്യമാണ്. ധാരാളം വെള്ളവും പഴച്ചാറുകളും കുടിക്കുന്നത് നല്ലതാണ്. ഇളം ചൂടുവെള്ളത്തിൽ തുണി മുക്കി ദേഹം തുടയ്ക്കുന്നത് പനി കുറയാൻ സഹായിക്കും. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം 20,000-ൽ താഴെയാകാതെ നോക്കണം. ആന്റിബയോട്ടിക് മരുന്നുകൾക്ക് ചികിത്സയിൽ വലിയ പ്രാധാന്യമില്ല. നല്ല പരിചരണമുണ്ടെങ്കിൽ 30 ദിവസത്തിനകം രോഗം ഭേദമാകും. ഡെങ്കിപ്പനിയുടെ ഏക പ്രതിരോധ മാർഗം പനി പകരാതെ സൂക്ഷിക്കുക എന്നതാണ്. രോഗാണുവാഹകരായ കൊതുകുകളുടെ കുത്തേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനായി കൊതുകുകളെ നശിപ്പിക്കുകയും കൊതുകുകൾ വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയും വേണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ സമീപിക്കണം. സാധാരണ ഡെങ്കിപ്പനി മാരകമല്ല. എന്നാൽ രോഗം കണ്ടെത്താൻ വൈകുന്നതും തെറ്റായ രോഗനിർണയം കാരണമുള്ള ചികിത്സയും രോഗത്തെ സങ്കീർണമാക്കുന്നു. ഒന്നിലേറെ തവണ രോഗം ബാധിക്കുമ്പോഴും രോഗം മാരകമാകുന്നു. ഹെൽത്ത് ഡെസ്ക്, അമൃത TV. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം മൂത്രാശയ അണുബാധയ്ക്ക് കാരണമാകുന്നുവെന്ന് കണ്ടെത്തൽ. ശമനമില്ലാതെ പനി. ഇന്നലെ 8 മരണം. പനിയെ പ്രതിരോധിക്കാനുള്ള 3 ദിവസത്തെ ശുചീകരണ യജ്ഞത്തിന് തുടക്കം. പനി നിയന്ത്രണ വിധേയമാണെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി. മുലപ്പാൽ മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ അണുബാധ സാധ്യത കുറയ്ക്കുമെന്ന് പഠനം. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrutatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrutatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.